3 പെൺകുട്ടികൾ ഒരു പയ്യനെ സ്നേഹിച്ചു. നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ 3 പേരും പിന്നാലെ നടക്കുകയാണ്. ഇപ്പോൾ ഈ 3 പേരിൽ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഈ സമയത്ത് അവനൊരു അപകടം സംഭവിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റായി. കണ്ണിന്റെ കാഴ്ച പോയി. ആക്സിഡന്റ് സംഭവിച്ചുവെന്നറിഞ്ഞ് 1ാമത്തെ പെൺകുട്ടിക്ക് മനസ്സിലായി. അവൾ ഓടി വരുവാനിടയായി. വന്ന ശേഷമാണ് അവൾ മനസ്സിലാക്കിയത് അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന്. അവന്റെ അടുത്ത് പോയിരുന്നു, അവന്റെ കയ്യിൽ പിടിച്ചു. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം മാത്രം പറയാം. എന്താണ്? കാഴ്ചയില്ലാത്ത നിന്നോടൊപ്പം എനിക്ക് എത്ര കാലം ജീവിക്കുവാൻ കഴിയും? സത്യം പറയൂ, കാഴ്ചയില്ലാത്ത നിന്നോടൊപ്പം എനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമോ? അപ്പോൾ അവൻ പറയുകയാണ്, കണ്ണുകൾ നഷ്ടപ്പെട്ട എന്നോടൊപ്പം നിനക്ക് എങ്ങനെ സുഖമായി ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് നീ പോവുക, നിന്റെ വഴി തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. വളരെ നന്ദിയുണ്ട്, ഇത്രത്തോളം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നവൾ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് പോയി. 2ാമത്തെ പെൺകുട്ടി വന്നു. അയ്യോ, ആക്സിഡന്റ് പറ്റിയല്ലോ, ഇപ്പോഴെങ്ങനെയുണ്ട്? ഒന്നും പറയാറായില്ല. കണ്ണിന്റെ മുകളിലുള്ള കെട്ടെന്താണ്? കണ്ണുകൾ നഷ്ടമായി. നിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നിനക്ക് കാഴ്ചയില്ലെന്ന് കേൾക്കുമ്പോൾ ഞാൻ ഇനി എന്തു ചെയ്യണം? എന്താണ് ഞാൻ പറയേണ്ടത്? കാഴ്ച നഷ്ടപ്പെട്ട എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്നോടൊപ്പം നീ ജീവിക്കുമോ? ഇങ്ങനെ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുവശത്തുനിന്ന് മറുപടിയൊന്നും കേൾക്കുന്നില്ല. എന്താണ് മൗനമായിരിക്കുന്നത്? കാഴ്ച നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണോ? എവിടെയാണ്? അവളെപ്പോഴും എഴുന്നേറ്റ് പോയി. അവൻ വെറുതെ സംസാരിക്കുകയാണ്. 3ാമത്തെ പെൺകുട്ടി ഓടി വരുവാനിടയായി. അവന്റെ മേൽ വീണ് കിടന്ന് കരഞ്ഞു. അയ്യോ, അപകടം സംഭവിച്ചെന്നറിഞ്ഞു. അതെ, കണ്ണിലെ കെട്ടെന്താണ്? കണ്ണുകൾ നഷ്ടമായി. അയ്യോ, നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോ? എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചാൽ നിന്നെ എങ്ങനെ പോറ്റണമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നതേയില്ല. പെൺകുട്ടി പറഞ്ഞു, നിന്റെ കണ്ണുകൾ പോയെങ്കിലെന്താ? എൻ്റെ കണ്ണുകളുണ്ടല്ലോ. ഞാൻ നിന്നെ എൻ്റെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നിന്റെ സൗന്ദര്യത്തെ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്, നിന്നെയാണ് ഞാൻ സ്നേഹിച്ചത്. ഞാൻ നിന്നോടൊപ്പം കാണും. കണ്ണിൽ കെട്ടിയ കെട്ട് അവൻ അഴിച്ചു മാറ്റി. കണ്ണുകൾക്ക് നല്ല കാഴ്ചയുണ്ട്. എന്താണ് പരീക്ഷണം? 2 പേർ വിട്ടുപോയി. എന്നാൽ നിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലം നിന്നോടൊപ്പം ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരിമാരെ, അനുജന്മാരെ, ഇപ്പോൾ കാണുന്ന അഴകും സൗന്ദര്യവും എല്ലാം മായയാണ്, വ്യർത്ഥമാണ്. ഒരുപക്ഷെ നീ സൗന്ദര്യത്തെ സ്നേഹിച്ചാൽ കുറെ കഴിഞ്ഞ സൗന്ദര്യം മാറിപ്പോയേക്കാം. രോഗം കാരണം അത് നശിച്ചു പോയേക്കാം. അപ്പോൾ നീ എന്തു ചെയ്യും? സൗന്ദര്യത്തെ സ്നേഹിച്ചതുകൊണ്ട് ആ പെൺകുട്ടിയെ നീ ഉപേക്ഷിച്ച് അവളെ അനാഥയാക്കിയിട്ട് പോകും. ഭർത്താവെ, ഭാര്യയുടെ സൗന്ദര്യത്തെ സ്നേഹിക്കരുത്, ഭാര്യ എന്ന വ്യക്തിയെ സ്നേഹിക്കുക. ഭാര്യമാരെ, ഭർത്താവിന്റെ വരുമാനത്തെയല്ല നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്, ഭർത്താവ് എന്ന വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്ഥാനത്തെ ബഹുമാനിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന് സ്ഥാനം കൊടുക്കുക. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക. മറ്റുള്ളവർക്കല്ല നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത്.